ഞാനിവിടെ നിന്ന് ആത്മാവ് ചില കാഴ്ച കണ്ടോണ്ടാ പറയുന്നേ. ചിലരുടെ ഫൈനാൻഷ്യൽ മേഖല ശരിക്കും ചിലർ ബന്ധിച്ചിട്ടിരിക്കുക. നീ പോലും അത് ഓർത്തിട്ടില്ല, പക്ഷെ ഇന്ന് ആ കുരുക്ക് ദൈവം അഴിക്കും. ഞാനൊരു ശബ്ദം കേൾക്കുന്നു, കാട്ടുവള്ളി കെട്ടുപിണഞ്ഞ് കിടക്കുന്നത് പോലെ നിന്റെ ജീവിതത്തിൽ അഴിയാത്ത കുരുങ്ങി കുരുങ്ങി കിടക്കുന്നതെല്ലാം മനസ്സിലാക്കുന്നവരെ ദൈവത്തെ സ്തുതിക്കാവൂ. ഇന്ന് നീ ഇവിടെ പ്രാർത്ഥിക്കുമ്പം കിലോമീറ്ററുകൾക്കപ്പുറത്തുള്ള നിന്റെ വീട്ടിൽ വരെ, നിന്റെ വീട്ടിലുള്ള മറ്റുള്ള അംഗങ്ങളിൽ വരെ ഈ വിടുതൽ ഒരു അഗ്നിയായി പടരണം. അപ്പോസ്തലപ്രവൃത്തി 19-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കുന്നത് നല്ലതായിരിക്കും. അപ്പൊല്ലോസ് കൊരിന്തിലിരിക്കുമ്പോൾ പൗലോസ് ഉൾപ്രദേശങ്ങളിൽ കൂടി സഞ്ചരിച്ച് എഫെസോസിൽ എത്തി ചില ശിഷ്യന്മാരെ കണ്ടു. നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ എന്ന് അവരോട് ചോദിച്ചതിന്, അന്ന് തമ്മി കണ്ടാല് അച്ഛൻ്റെ കാർ ഏതാന്നല്ല ചോദിക്കുന്നേ, അച്ഛൻ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചാന്നോ? അടുത്തിരിക്കുന്ന നല്ലോണം ചോദിച്ചേ, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചാന്നോ എന്ന് ചോദിച്ചേ. മിണ്ടുന്നില്ല. അണ്ടാ പറയൂല, ആരും ചോദിക്കുന്നില്ലല്ലോ. നിങ്ങൾ വിശ്വസിച്ചിട്ട്, അപ്പൊ അവര് പറഞ്ഞു ഇങ്ങനൊരു സാധനം ഉണ്ടെന്ന് പോലും, പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല. ഞങ്ങൾ ഇങ്ങനൊരു സാധനം ഇന്ന് വരെ കേട്ടിട്ടില്ല. അപ്പം നമ്മുടെയൊക്കെ ആരാധന യൂട്യൂബിലൊക്കെ ആരെങ്കിലും ആദ്യമായിട്ട് കയറി കാണുവാന്ന് അവരൊരു എന്തോ ബഹളമാടാ, ഇവരിപ്പന്മാരെന്തുവായി കാണിക്കുന്നത്, കാര്യം ഇവരിത് കേട്ടിട്ട് പോലും ഇല്ല. സ്തോത്രം. ഒരു വീട്ടിൽ ഞാൻ ചെന്നപ്പം ആ വീട്ടിലെ ഒരു ക്രിസ്ത്യാനിയുടെ വീട്ടിലാണ്. ഞാൻ ആ പുള്ളിയോട് ചോദിച്ചു, പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചിട്ടുണ്ടോ? പുള്ളി ചോദിച്ചു അതെന്തുവാന്ന് ചോദിച്ചു. ആ വീട്ടിൽ ബൈബിൾ ഇരിപ്പുണ്ട്, പക്ഷേ എന്തോ അറിയത്തില്ല. അപ്പൊ വിശ്വസിച്ചിട്ട് സഭകൾക്കകത്ത് പരിശുദ്ധാത്മ നിറവ് പ്രാപിച്ചവര് ഇപ്പൊ ഇവിടെ കൈവോക്കണ്ട, കൈവോക്കാൻ പറഞ്ഞ പണ്ടൊക്കെ ആന്നേ മുഴുവൻ പേരും കൈ ഉയർത്തും. ഇപ്പോഴാണെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ഓരോ കൈ. എല്ലാ വീട്ടിലും ഒരു 4 വീലർ ഉള്ളൊരു കൈ വെക്കാൻ പറഞ്ഞ ഒട്ടുമുക്കാൽ ആൾക്കാരും പിണങ്ങുമൊന്നും ചെയ്യരുത്, എഴുന്നേറ്റ് പോവുകയും ചെയ്യരുത്. അപ്പം വിശ്വസിച്ചിട്ട് നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ എന്നവരോട് ചോദിച്ചതിന് പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല എന്നവർ പറഞ്ഞു. എന്നാൽ ഏതായിരുന്നു നിങ്ങളുടെ സ്നാനം എന്ന് അവൻ അവരോട് ചോദിച്ചു. സ്നാനം കാരണം എന്താണെന്നറിയോ? സ്നാനപ്പെടുമ്പോഴെങ്കിലും എന്ത് കേൾക്കേണ്ടതാ? കാരണം സ്നാനം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിലാണ്. ഇത് സ്നാനപ്പെടുമ്പോഴെങ്കിലും എന്ത് ചെയ്യേണ്ടതാ? കേൾക്കേണ്ടതാ. അതുപോലും കേട്ടിട്ടില്ല. അപ്പോൾ പറഞ്ഞത് ഈ യോഹന്നാൻ്റെ സ്നാനമായിരുന്നെന്ന് പറഞ്ഞു. പൗലോസ് അവരെ സ്നാനപ്പെടുത്തി. സ്തോത്രം. എന്നിട്ട് സ്തോത്രം 6-ാം വാക്യം, പൗലോസ് അവരുടെ മേൽ കൈവച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു. അപ്പം അഭിഷക്തന്മാർ കൈവച്ചാലും എന്തോ വരും? പരിശുദ്ധാത്മാവ് വരും. ഇന്ന് ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് മുഴുവൻ പേരും പരിശുദ്ധാത്മ നിറവ് പ്രാപിക്കണം. ഒരു ഹല്ലേലൂയാ. അപ്പം നിറവ് പ്രാപിച്ചു കഴിഞ്ഞാൽ ഓർത്തോണം, ദൈവത്തിന് സ്തോത്രം, പിന്നെ നിങ്ങളുടെ ജീവിത ശൈലി അങ്ങ് മാറാൻ തുടങ്ങും. ഇവിടെ ഇരിക്കുന്ന ചിലരോട് ഞാൻ ദൈവത്തിൻ്റെ ദൂത് പറയുക, ആരാധന തീരുന്നതിന് മുമ്പ് നീ പരിശുദ്ധാത്മ നിറവ് പ്രാപിക്കണം. എത്ര പേരതിന് തയ്യാറാണെന്ന് എനിക്കറിയത്തില്ല. ഹല്ലേലൂയ. ആരാധന തീരുന്നതിന് മുമ്പ് നിറഞ്ഞവർ പുതിയ കൃപയ്ക്ക് വേണ്ടി വീണ്ടും പ്രാർത്ഥിക്കണം. അങ്ങനെ അവരെന്ത് ചെയ്തു? പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു. അവർ അന്യഭാഷകളിൽ സംസാരിക്കുകയും പ്രവചിക്കുകയും ചെയ്തു. അവർ അന്യഭാഷ സംസാരിക്കുകയും പ്രവചിക്കുകയും ചെയ്തു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം താഴോട്ട് നമ്മൾ വായിക്കാൻ നേരം എടുക്കുന്നില്ല. കാരണം പിന്നെ നടന്ന ഉണർവൊക്കെ ഭയങ്കര. മന്ത്രവാദികളൊക്കെ പുസ്തകം കൊണ്ടുവന്ന് എന്തോ ചെയ്തു? കത്തിച്ച് കളഞ്ഞു. കാരണം അത്ര പരിശുദ്ധാത്മ നിറവ്. ഞാൻ നിങ്ങളോട് പറയാം, അഭിഷേകം ഇറങ്ങി വന്നാൽ, ഞാനിപ്പോൾ ഓർക്കുക, ഒരു വീട്ടിലൊരു ദിവസം ഞാൻ കയറി ചെല്ലുവാനിടയായി. ആ വീട്ടിലെ മകന് വിദേശ രാജ്യത്ത് ഞാൻ സ്നാനപ്പെടുത്തിയതാ. അദ്ദേഹം നാട്ടിൽ വന്നപ്പോൾ എന്നെ വിളിച്ച് പുള്ളിയുടെ വീട്ടിൽ കൊണ്ടുപോയി. വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ സ്തോത്രം, അവരുടെ വീട്ടിലോട്ട് കയറി ചെന്നപ്പോൾ അവരുടെ അപ്പൻ അയ്യോ എന്ന് പറഞ്ഞ് ഓടി അങ്ങൊക്കെ സെറ്റിയെ പോയിരുന്നു. ഞാൻ ചോദിച്ചു, അപ്പന് വല്ല കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ലായിരുന്നു. ഇപ്പോൾ കുഴപ്പമാണ്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അപ്പച്ചൻ ആ ഉടുത്തിരുന്ന കയ്യിൽ ഊരി തലയെ കെട്ടി. അപ്പം ഞാൻ പറഞ്ഞു സാധനം ഉണ്ടെന്ന് പറഞ്ഞ ദേഹത്ത്. മിണ്ടുന്നില്ല. ചില നേരം കഴിഞ്ഞപ്പോൾ ഒരു കുപ്പി വെള്ളം എടുത്ത് തലയിൽ കൂടെ ഒഴിച്ചു.
കുടിക്കാനാണ് എടുത്തത്, പക്ഷേ എവിടെ ഒഴിച്ചു? അപ്പം ചിലരുടെ അകത്ത് നിങ്ങൾ ശ്രദ്ധിച്ച് കാണാം, ദുഷ്ടശക്തികളുണ്ട്. ചിലരുടെ അകത്ത് മാനസിക വിഭ്രാന്തികളുണ്ട്. ഇന്ന് ദൈവാത്മാവെ പരിശുദ്ധാത്മാഭിഷേകം ഇറങ്ങിയാൽ ഇതിൽ നിന്നെല്ലാം നിനക്ക് വിടുതലാണ്. അപ്പം നമ്മൾ അവിടോട്ട് പോയാൽ ഇന്ന് ഈ പറയാൻ ആഗ്രഹിക്കുന്ന വചനത്തിൽ വരാൻ പറ്റാത്തതുകൊണ്ട് തിരിച്ച് എഫേസ്യ ലേഖനത്തിൽ വരാം. എന്നാൽ പൗലോസിൻ്റെ കയ്യാൽ സ്തോത്രം പണിയപ്പെട്ട ആ സഭ കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് പൗലോസ് ഈ സഭയ്ക്ക് ലേഖനം എഴുതുക. ആ എഴുതിയതിനകത്ത് എഫേസ്യ ലേഖനം എന്നെടുത്ത് 1-ാം അധ്യായത്തിൽ സഭയോട് ഓർപ്പിച്ചുണർത്തുന്ന ചില കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ട് താഴോട്ട് വരാം. ഇന്ന് വലിയ കാര്യങ്ങൾ കർത്താവ് ചെയ്യുന്ന ദിവസമാണ്. 3-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന. പൗലോസ് വെളിപ്പെടുത്തുക, എഫെസോസിലെ സഭയെ നീ തീരാൻ പോകുമല്ല, സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്നു. എന്നോട് ദൈവം പറഞ്ഞു, ഈ എഫെസ്യ ലേഖനം ഇന്ന് പ്രസംഗിക്കണം. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? സ്വർഗത്തിലെ സകലമല്ല, സകല ആത്മീക അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന. ഞാൻ ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയുക, നിന്റെ വർഷങ്ങളായിട്ട് നീ കൊതിച്ച അനുഗ്രഹം, ഒരു സ്പിരിച്വൽ ബ്ലെസ്സിങ് നിന്റെ മേൽ ഉടനെ ഉണ്ട്. ഓ ഹല്ലേലൂയ. എനിക്കിവിടെ നിൽക്കുമ്പോൾ വെച്ചാൽ ആ ബ്ലൂ ഷാൾ ഇട്ട മോളൊന്ന് കൈവക്കാവോ? നിന്റെ അടുക്കൽ യേശു വന്ന് നിന്നോണ്ട് പറയുകയാണ്, നിനക്കൊരു ഭയങ്കര സ്പിരിച്വൽ ഡെലിവറൻസ് നടക്കാൻ പോവുക. കാരണം നിന്റെ മാനസിക തലത്തിലൊരു യുദ്ധം നടക്കുക. ജയിക്കേണ്ട പോലെ ജയിക്കാൻ കഴിയാതെ നിന്റെ ലൈഫിനെ പരാജയപ്പെടുത്തിയ എല്ലാ സ്പിരിറ്റും ഇന്ന് നിന്റെ ലൈഫ് വിട്ടുപോകും. ഇന്ന് ആരാധന തീരുന്നതിന് മുമ്പ് നിനക്കൊരു പുതിയ അഭിഷേകം എൻ്റെ കർത്താവ് തരാൻ പോവുക. നീ കൈ ഉയർത്തി പിടിക്കുന്ന പോലെ നിന്റെ വീടിനകത്ത് ദൈവദൂതന്മാർ ഇറങ്ങി നടക്കുന്ന കാഴ്ച എനിക്ക് പ്രാർത്ഥനയിൽ കാണാം. ഒത്തിരി നാൾ ശ്രമിച്ചിട്ട് നടക്കാത്ത ചില കാര്യം ശ്രമിക്കാതെ ഉടനെ നടക്കും. ഇവിടെ പറയാം, ഒത്തിരി നാളുകൾ നീ ശ്രമിച്ചിട്ട് നടക്കാത്തൊരു കാര്യം ശ്രമിക്കാതെ ദൈവം ഇങ്ങോട്ട് കൊണ്ടു തരുന്ന പോലെ നിൻ്റെ കയ്യിലോട്ട് കൊണ്ടു തന്ന് നിൻ്റെ കുടുംബത്തിനൊരു വഴി ഉണ്ടാക്കി തരാൻ പോവുക. അതൊരു യാത്രയോട് ബന്ധപ്പെട്ട്, അത് നന്മയോട് ബന്ധപ്പെട്ട് ദൈവം ഒരുക്കി തരാൻ പോകുകയാണ്. ഇനി നിങ്ങൾ എന്നെ ശ്രദ്ധിച്ച് കേൾക്കണം. ഞാൻ ഈ വചനം പറയുന്നതിനിടയിൽ കർത്താവ് എന്നെ കാണിക്കുന്ന കാര്യങ്ങളോട് നിങ്ങളോട് പറഞ്ഞാ പോകുന്നത്. അമ്മേ, ഒരു കാര്യം ഓർത്തോ, സ്തോത്രം, ഈ പ്രാർത്ഥനയ്ക്കകത്ത് ഭയങ്കര കാര്യങ്ങൾ നടക്കും. ഇവിടെ പ്രാർത്ഥനാ വിഷയം എഴുതി ഇങ്ങനെ സ്തോത്രം വന്ന് കുത്തിയിരുന്ന് എഴുതി വെച്ചേക്കുന്നത് ഭംഗിക്ക് കാണാൻ വേണ്ടിയല്ല, ഇതിനകത്ത് വിടുതൽ നടക്കുമെന്ന് വിശ്വസിച്ച എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഈ പ്രാർത്ഥന തീരുന്നതിന് മുമ്പ് നിന്റെ പല വിഷയത്തിന്മേലും എൻ്റെ ദൈവത്തിൻ്റെ കൈ ചലിക്കാൻ തുടങ്ങും. അപ്പോൾ പൗലോസ് പറയാ, സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന. അടുത്തിരിക്കുന്ന ആളോടൊന്ന് ചോദിച്ചേ, ആത്മീക അനുഗ്രഹം വേണമെന്ന് ആഗ്രഹം ഉണ്ടോ എന്ന് ചോദിച്ചേ. ഞാൻ എൻ്റെ ലൈഫിൽ വിജയിച്ചത് മുഴുവൻ പ്രയറിലാണ്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാൽ സ്തോത്രം. 4-ാമത്തെ വാക്യം കൂടെ വായിച്ചേ. നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോക സ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും. സഭയെ ബോധവൽക്കരിക്കുക, നമ്മളെ ദൈവം തിരഞ്ഞെടുത്തത് അവന്റെ സന്നിധി വിശുദ്ധരും നിഷ്കളങ്കരുമാകാനാ തിരഞ്ഞെടുത്ത്. എന്നിട്ട് ഓർത്തോണം, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും നിങ്ങളെ എന്ത് ചെയ്തിരിക്കുക? ക്രിസ്തുവിൽ തിരഞ്ഞെടുത്ത നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുക. ഇതെല്ലാം പറഞ്ഞ പൗലോസ് പറയുക, സഭയ്ക്ക് ആവശ്യമുള്ളൊരു ദൂതിലോട്ടാണ് വരുന്നത്. 17-ാമത്തെ വാക്യത്തിലോട്ട് നമുക്ക് വരാം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരേണ്ടതിനും. എഫെസോസിലെ സഭയ്ക്ക് ജ്ഞാനത്തെക്കുറിച്ചും വെളിപ്പാടിനെ കുറിച്ചുമുള്ള ആത്മാവിനെ തരാൻ പൗലോസ് പ്രാർത്ഥിക്കുക. സ്തോത്രം. ചിലരെ സ്വർഗീയ ജ്ഞാനം കൊണ്ട് നിറയ്ക്കാൻ എൻ്റെ കർത്താവിന് ആഗ്രഹമുണ്ട്. നീ തലകുനിച്ച സ്ഥാനത്തൊക്കെ നിനക്കൊരു സ്വർഗീയ ജ്ഞാനവും ഒരു സ്വർഗീയ വെളിപ്പാടും തന്ന് നിന്റെ സ്പിരിച്വൽ ലൈഫിനെ ഉയർത്തിക്കൊണ്ട് പോകാൻ ദൈവം ആഗ്രഹിക്കുക.
മനസ്സിലായവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. നമ്മൾ വചന ധ്യാനത്തിലോട്ട് വരാം. ദൈവത്തിന് സ്തോത്രം. എനിക്ക് ദൈവാത്മാവ് ഒരു ബോധ്യം തരുന്നു. നീ വർഷങ്ങളായിട്ട് ശ്രമിച്ചിട്ട് നടക്കാത്ത ചില കാര്യങ്ങൾ ഈ ദിവസങ്ങളിൽ നിൻ്റെ അകത്ത് ദൈവം പകരുന്ന ജ്ഞാനത്തിൻ്റെ മുമ്പിൽ ആ വഴികൾ തുറന്നു വരുന്നത് കാണുകയാണ്. തിരിച്ചറിഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട്. ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന ചിലരോടൊക്കെ ഈ ശലോമോൻ ദൈവത്തോട് ചോദിച്ചപ്പം, സ്തോത്രം, ശലോമോൻ ദൈവത്തോട് ചോദിച്ചു. ദൈവം ചോദിച്ചു, ശലോമോനെ നിനക്ക് എന്തോ വരം വേണമെന്ന് ചോദിച്ചു. നേരം പറഞ്ഞു, എനിക്ക് ജ്ഞാനവും വിവേകവും ഉള്ള ഒരു ഹൃദയം വേണം. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ഇരിക്കുന്ന ചിലരോടൊക്കെ എനിക്ക് പറയാനുള്ള ദൂത്, ഡിസോർഡറായി കിടക്കുന്ന നിൻ്റെ വീട് ഒന്ന് ഓർഡർ ആകാൻ പോവുക. അതിന് നിന്നെ കൊണ്ട് തന്നെ ചില ക്രമീകരണങ്ങൾ കർത്താവ് ചെയ്യാൻ പോവുക. ഈ യാക്കോബിൻ്റെ ലേഖനത്തിൽ ഒരു വാക്യമുണ്ട്, 1-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യമാണ്. നിങ്ങളിൽ ഒരുത്തന് ജ്ഞാനം കുറവാകുന്നെങ്കിൽ ഫൽസിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നവനായ ദൈവത്തോട് യാചിക്കട്ടെ, അപ്പോൾ അവന് ലഭിക്കും. നിങ്ങളിൽ ഒരാൾക്ക് ജ്ഞാനം കുറവാണെങ്കിൽ അവനെ ഫൽസിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്ന ദൈവത്തോട് യാചിക്കട്ടെ, അപ്പോൾ അവന് ലഭിക്കും. ഇവിടെ ഇരിക്കുന്ന ചിലരോട് പറയാം, നിന്നെ സ്വർഗീയ ജ്ഞാനം കൊണ്ട് നിറയ്ക്കാൻ എൻ്റെ ദൈവം തയ്യാറാണ്. സ്തോത്രം. ചില വിഷയത്തിൽ നീ വല്ലാതെ വിഷമിക്കുക. കർത്താവേ, എന്തോ ചെയ്യണം, എങ്ങനെ സ്റ്റെപ്പ് എടുക്കണം, എങ്ങനെ മുന്നോട്ട് പോകണം. പരിശുദ്ധാത്മാവ് പറയുക, ഈ ദിവസങ്ങളിൽ നിന്നെ ഞാൻ സ്വർഗീയ ജ്ഞാനം കൊണ്ട് നിറയ്ക്കും. ഹല്ലേലൂയ. ആരും എടുക്കാത്ത ചില തീരുമാനങ്ങൾ നീ എടുക്കാൻ പോവുക. ആരും പ്രാർത്ഥിക്കാത്ത രീതി നീ പ്രാർത്ഥിക്കാൻ പോവുക. നിന്റെ വാക്കുകളോട് ചിലർക്ക് എതിർക്കാൻ പറ്റാത്ത പോലെ നിന്റെ മേലെ സ്വർഗീയ ജ്ഞാനം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചില വീടുകൾക്കകത്ത് ദൈവപ്രവൃത്തി നടക്കാൻ പോകുകയാ. ചില തലമുറമേൽ ദൈവപ്രവൃത്തി നടക്കാൻ പോകുകയാ. അപനബല. നിന്റെ കുഞ്ഞിനെ എന്ത് പഠിപ്പിക്കണമെന്നുള്ളൊരു ജ്ഞാനം, നിന്റെ കുഞ്ഞ് എന്ത് സ്റ്റെപ്പ്. ദൈവം എന്തിനാ ജ്ഞാനം കൊണ്ട് നിറയ്ക്കുന്നത്? ദൈവം നിന്നെ എന്തോ ഒരു കാര്യം ചെയ്യിക്കാൻ ആഗ്രഹിക്കുക. ആരെ കൊണ്ടും ചെയ്യിക്കാത്ത ചില കാര്യം നിന്നെ കൊണ്ട് ചെയ്യിക്കാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. അതിന് നിന്റെ ഈ ജ്ഞാനം പോരാ, നിന്റെ അകത്തൊരു സ്വർഗീയ ജ്ഞാനം ഇറങ്ങണം. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഒന്ന് മനസ്സിനകത്ത് പ്രാർത്ഥിച്ച, എന്നെ ആ ജ്ഞാനം കൊണ്ട് നിറയ്ക്കണേ. യേശുവിൻ്റെ നാമത്തിൽ. അവനാണോ ഇവനെന്ന് അല്പനാൾ കഴിയുമ്പോൾ നിന്നെക്കുറിച്ച് ചോദിക്കാൻ പോവുക. ഇവിടെ ജീവിതം എങ്ങനാ മാറിയത്? ഇന്ന് പകൽ ആർക്കും ജ്ഞാനമില്ലെന്ന് പറഞ്ഞെങ്കിൽ നിന്നെ സ്വർഗീയ ഹല്ലേലൂയ. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഈ ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം എന്തുവാന്ന് 3-ാം അധ്യായത്തിൽ യാക്കോബ് വെളിപ്പെടുത്തുന്നുണ്ട്. 3-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമോ ഒന്നാമത് നിർമ്മലം, പിന്നെ സമാധാനം, ശാന്തത, അനുസരണമുള്ളത്, കരുണയും സൽഫലവും നിറഞ്ഞത്, പക്ഷപാതവും കപടവും ഇല്ലാത്തതുമാകുന്നു. ഇതാണ് ഉയരത്തിൽ നിന്നിറങ്ങുന്ന ജ്ഞാനം. ഒരാമയും വരുന്നില്ല. ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൈവത്തിൻ്റെ ദൂത് പറയുക. ഞാൻ ബൈബിളിൻ്റെ ചില വെളിപ്പാടിലോട്ട് നിങ്ങളുടെ ചിന്തകളെ കൊണ്ടുപോകാം. സ്തോത്രം. ഞാനിവിടെ നിൽക്കുമ്പോൾ ഒരു കാഴ്ച കണ്ടുകൊണ്ടാണ് പറയുന്നത്. നിനക്ക് നിൻ്റെ ഒരു കഴിവുണ്ട്. ആ കഴിവിൻ്റെ ലാസ്റ്റ് സ്റ്റേജിലാണ് ഇപ്പം നീ നിൽക്കുന്നത്. നിന്നെ ഇങ്ങനെ കൊണ്ടുപോകാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. നിന്നെ മറ്റൊരു തലത്തിൽ കൊണ്ടുപോകാൻ ആഗ്രഹിക്കണമെങ്കിൽ നിൻ്റേതല്ലാത്തൊരു ജ്ഞാനം ദൈവത്തിൽ നിന്ന് നിൻ്റെ മേൽ വരണം. ഒരാമയും വരുന്നില്ല എന്ന് പറഞ്ഞാൽ മനസ്സിലായി വരുന്നത്. ദൈവത്തിന് ചിലതൊക്കെ തിരിച്ചറിയാനുള്ള ജ്ഞാനം, ചിലതൊക്കെ മുന്നോട്ട് സ്റ്റെപ്പ് എടുക്കാനുള്ള ജ്ഞാനം എൻ്റെ ദൈവം തരാൻ പോവുക. ഞാനിപ്പോഴും വിശ്വസിക്കുന്നൊരു കാര്യമുണ്ട്. ഇങ്ങനൊരു ശുശ്രൂഷയിൽ ഒതുങ്ങാനല്ല എന്നെ വിളിച്ചേക്കുന്നത്. ഇതിനെക്കാട്ടി വലുതെന്തോ വരാനുണ്ട്. അതിൻ്റെ ഒരു സ്റ്റെപ്പായത്. മനസ്സിലാകുന്നവരെ സ്തോത്രം ചെയ്യാവോ? അതിന് എൻ്റെ മേലുള്ള ജ്ഞാനത്തെക്കാൾ വലിയൊരു ജ്ഞാനം ഉയരത്തിൽ നിറങ്ങണം.
എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ചിലരുടെ ഉള്ളിനെ ദൈവം ജ്ഞാനം കൊണ്ട് നിറയ്ക്കാൻ പോവുക. ജീസസ്, നിന്റെ അവസ്ഥ മാറിയെന്ന് മറ്റുള്ളവർ പറയത്തക്ക നിലയിൽ ചിലരെ ദൈവം ആ ജ്ഞാനം കൊണ്ട് നിറയ്ക്കാൻ പോവുക. നീ തന്നെ ചില തീരുമാനങ്ങൾ എടുക്കാൻ പോവുക. നിന്റെ അകത്ത് ചില ബോധ്യങ്ങൾ തരാൻ പോവുക. നിന്റെ സ്വപ്നതലം ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമോ ഒന്നാമത് നിർമ്മലം. ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമോ ഒന്നാമത് നിർമ്മലവും, പിന്നെ സമാധാനവും ശാന്തതയും അനുസരണമുള്ളതും കരുണയും സൽഫലവും നിറഞ്ഞതും പക്ഷപാതവും കപടവും ഇല്ലാത്തതുമാകും. ഇതാണ് ഉയരത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന ജ്ഞാനം. ഒരാമയും വരുന്നില്ല. മനസ്സിലാവുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഇനി നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ കൊലോസ്യ ലേഖനത്തിലോട്ട് പോണ 1-ാം അധ്യായം 10-ാമത്തെ വചനം. ഹല്ലേലൂയ. നിങ്ങൾ ദൈവത്തിന് സ്തോത്രം 1-ാം അധ്യായം, നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാകുമെന്ന് നടന്ന് ആത്മീകമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണമെന്ന്. ആ ജ്ഞാനം കൊണ്ട് നിങ്ങൾ നിറഞ്ഞു വരണം. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഇപ്പം നിന്റെ ലൈഫിൽ നിനക്ക് ഉത്തരം കിട്ടാത്ത കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതൊക്കെ നിൻ്റെ ഉള്ളിൽ ദൈവം ജ്ഞാനം ഗ്രഹിക്കുമ്പോൾ അതിനെല്ലാമുള്ള ഉത്തരം നിനക്ക് ദൈവം തരാൻ പോവാ. എത്ര പേർ മനസ്സിലാക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. ഞാൻ അടുത്ത ഭാഗത്തോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഇച്ചിരൂടെ കാര്യങ്ങൾ മനസ്സിലാകും. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 7-ാം അധ്യായം ഒന്നെടുത്തേ. ഇനി വാക്യത്തിലോട്ട് ദൂതിലോട്ട് വരിക. 7-ാം അധ്യായം 9-10 വാക്യങ്ങൾ. വളരെ പരിചിതമായ വാക്യമാണ്. ആ വാക്യം വായിക്കാം. ഗോത്രപിതാക്കന്മാർ യോസേഫിനോട് അസൂയപ്പെട്ടു, അവനെ മിസ്രൈമിലേക്ക് വിറ്റുകളഞ്ഞു. എന്നാൽ ദൈവം അവനോടുകൂടെ ഇരുന്നു, സകല സങ്കടങ്ങളിൽ നിന്നും അവനെ വിടുവിച്ചു. മിസ്രൈം രാജാവായ ഫറവോന്റെ മുൻപാകെ അവന് കൃപയും ജ്ഞാനവും കൊടുത്തു. അവനെ മിസ്രൈമിനും തന്റെ സർവ്വഗ്രഹത്തിനും അധിപതിയാക്കി വെച്ചു. ഇവിടെ യോസേഫിനെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. ദൈവം അവന് രാജാവിന്റെ മുമ്പിൽ വെച്ച് കൃപയും ജ്ഞാനവും കൊടുത്തു. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. സ്തോത്രം. ഞാൻ ആ വാക്യത്തിന്റെ ഗഹനമായ ഭാഗത്തോട്ട് വരാം. എനിക്ക് ദൈവാത്മാവ് തരുന്നൊരു ബോധ്യം പറയാം. ചിലരെ ജ്ഞാനം കൊണ്ട് നിറയ്ക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. ഇതുവരെയും പ്രാപിച്ചിട്ടില്ലാത്ത ചില വിടുതലുകൾ നിനക്ക് തരാൻ കർത്താവിന് ആഗ്രഹമുണ്ട്. ചില കാര്യങ്ങൾ നിന്റെ വീട്ടിൽ മാറ്റിയിട്ടേക്കുന്നത് ദൈവം മറന്നതല്ല, നിന്നെ കൊണ്ടത് ചെയ്യിക്കാനാ. ഒരാമയും വരുന്നില്ല. എത്ര പേർക്ക് അതിന് ആമീൻ പറയാൻ പറ്റുമോ? ആമീൻ. നിനക്കില്ലെന്ന് പറഞ്ഞ ചില കഴിവ് ഈ ദിവസങ്ങളിൽ നിന്നിൽ ഉണ്ടായി വരും. നിനക്കില്ലെന്ന് പറഞ്ഞ ചില അഭിഷേകം ഇന്ന് നിനക്ക് ഉണ്ടായി വരും. എത്ര പേർ വിശ്വസിക്കുന്നെന്ന് എനിക്കറിയത്തില്ല. ഈ ദൂത് കേട്ടോണ്ടിരിക്കുമ്പോൾ ആത്മാവിൽ ഞാൻ പറയാം, ദൈവത്തിന് സ്തോത്രം, നിന്നെ സ്വർഗീയ ജ്ഞാനം കൊണ്ട് നിറയ്ക്കാൻ ദൈവത്തിന് സമയമായി. എനിക്ക് കർത്താവ് തരുന്നൊരു ബോധ്യം വല്ല ചിലരുടെ ഫൈനാൻഷ്യൽ മേഖലയിൽ വലിയ ഡെലിവറൻസ് ഇന്നത്തെ ശുശ്രൂഷയിൽ നടക്കും. ഓട്ടസഞ്ചിയിലെ നാണയം പോലെ നിന്റെ നന്മകളെ മുഴുവൻ തുരത്തിക്കളയുന്ന ചില ദുരാത്മ വ്യാപാരങ്ങളെ ഇന്ന് പിടിച്ചു കെട്ടിയിട്ട് നിന്റെ സാമ്പത്തിക വിഷയത്തിൽ നിനക്ക് ചില ജ്ഞാനം ജീസസ്. ചിലർ ഇന്നൊരു വിടുതൽ കൊണ്ട് ഇവിടുന്ന് എഴുന്നേക്കാവൂ. ഓട്ടസഞ്ചിയിലെ നാണയം പോലെ എത്ര നന്മ കിട്ടിയാലും അതിനെ ഇല്ലായ്മപ്പെടുത്തുന്ന സ്പിരിറ്റ്. ഈ ചിലർക്ക് 1,00,000 രൂപ ഒരു മാസം വരുമാനം ഉണ്ടെങ്കിലും അതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ള ഒരു ജ്ഞാനമില്ല. സ്തോത്രം. ഞാനൊരു ഫാമിലിയെ പരിചയപ്പെട്ടപ്പോൾ അവരെന്നോട് പറഞ്ഞു, പാസ്റ്ററെ, എനിക്ക് 1,20,000 രൂപ ശമ്പളമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് 80,000 രൂപ ശമ്പളമുണ്ട്. മൂത്ത മോന് 40,000 രൂപ ശമ്പളമുണ്ട്. എല്ലാം കൂടെ 2,40,000 രൂപ ശമ്പളമുണ്ട്. പക്ഷെ അവർ പറയുക 30-ാം തീയതി ആകുമ്പം സ്വത്രം 50,000 രൂപ കടവാവും. ചോദ്യം. അപ്പോൾ അവരെന്നോട് പറയുക, പാസ്റ്ററെ, ഞങ്ങളാണെ ഒരു ഹോട്ടലിൽ കഴിക്കാൻ പോകുന്നില്ല, ആവശ്യമില്ലാതെ ഒരു തുണിക്കടയിൽ പോകുന്നില്ല, പിന്നെ ഈ കാശ് എങ്ങനെ പോവുക? ഞാൻ 1-ാമത്തെ മേഖല തൊടുക. എത്ര നന്മ വന്നാലും
അത് ജ്ഞാനത്തോടെ കൈകാര്യം ചെയ്യാൻ. ഗ്ലോറി ടു ഗോഡ്. എനിക്കെന്തോ ദൈവാത്മാവ് ദൂത് പറയുക, ചിലരുടെ കയ്യിലെ കുഴപ്പമാണ് ചിലരുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പരാജയം. ഒരാമയും പറഞ്ഞാട്ട്. ഇന്ന് ആ പരാജയം മാറ്റത്തക്കവണ്ണം നിനക്ക് തന്നെ ഒരു സ്വർഗീയ ജ്ഞാനം തന്ന് നിന്റെ ഫൈനാൻഷ്യൽ മേഖല ഡീൽ ചെയ്യാൻ. ഓ യെസ്, ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു അനുഭവം പറയാം. ഇപ്പോൾ ചിലപ്പോൾ നമുക്ക് വലിയൊരു ആവശ്യമായിരിക്കും മുമ്പിലുള്ളത് എന്ന് പറഞ്ഞാൽ ഒരു 2 ലക്ഷം രൂപയുടെ ആവശ്യമുണ്ട്, ചർച്ചല്ലേ. ഇപ്പം നമ്മുടെ ഒരു 75,000 രൂപയെ കാണത്തുള്ളൂ. നിങ്ങൾ എന്നെ വിമർശിക്കുകയൊന്നും ചെയ്യല്ലേ. ഇപ്പം ഞാൻ പ്രാർത്ഥിക്കും, കർത്താവ് 2 ലക്ഷം രൂപയുടെ ആവശ്യമുണ്ട്, 75,000 കയ്യിലുള്ളൂ. ഇത് ജ്ഞാനത്തോടെ കൈകാര്യം ചെയ്യാൻ കൃപ തരണം. എൻ്റെ കയ്യിരിക്കുന്ന കാശ് വർദ്ധിപ്പിച്ച് തരണം. എൻ്റെ ആവശ്യം ചുരുക്കി തരണം. ഉണ്ടെന്നില്ല. ഇതൊക്കെ ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാമോ? നിനക്ക് പ്രാർത്ഥിക്കാം. പക്ഷേ അങ്ങനെ പ്രാർത്ഥിച്ച ഒത്തിരി പ്രാർത്ഥനയ്ക്കകത്ത് എൻ്റെ കയ്യിലുള്ള പൈസ കൊണ്ട് എൻ്റെ ആവശ്യം നിറവേറിട്ട് മീതി വന്ന ധാരാളം സംഭവങ്ങളുണ്ട്. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയാം, നിൻ്റെ ബുദ്ധിയെയും കഴിവിനെയും ബന്ധിച്ച മേഖല ഇന്നത്തെ ആരാധനയെ പൊട്ടിയേ പറ്റും. ഒരു നോക്കൂത്തിയെ പോലെ നിന്നിൽ ആ ജ്ഞാനം വെളിപ്പെടാതെ, ആ വിവേകം ദൈവം എനിക്ക് തരുന്ന ഒന്നാമത്തെ ദൂത് എഴുതിയിട്ടു. ഈ പ്രയർ കഴിയുമ്പോൾ നിന്റെ ഫൈനാൻഷ്യൽ മേഖലയിൽ ചില കാര്യങ്ങളുടെ മേലൊരു ജ്ഞാനം പരിശുദ്ധാത്മാവ് നിനക്ക് തന്നിരിക്കും. അതാ ഈ മെസ്സേജിൻ്റെ ഒന്നാമത്തെ ദൂത്. തിരിച്ചറിയുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഒരിക്കലും നീ ഫൈനാൻഷ്യലി സ്റ്റേബിൾ ആകത്തില്ലെന്ന് ആരെല്ലാം പ്രവചിച്ചാലും എഴുതിയിട്ടോ, ഈ ദിവസങ്ങളിൽ നീ സ്റ്റേബിൾ ആവും. തിരിച്ചറിഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഒന്നുകൂടെ കയറി പറയാം, നിന്റെ വീടിനകത്തൊരു സമൃദ്ധി വരാൻ പോവുക. ഓ യേശുവിൻ്റെ നാമത്തിൽ. എനിക്കെന്തോ അകാരണമായ പ്രതിസന്ധികൾ അഴിച്ചുവിടുന്ന ചില ദുരാത്മ മേഖലകളെ ഇന്ന് കർത്താവ് പിടിച്ച് ഞാൻ ഇന്നത്തെ പ്രസംഗത്തിനൊരു തലക്കെട്ടിട്ടുണ്ട്, നീ എത്ര തകർന്നാലും നീ ഉയർന്നു വന്നിരിക്കും. ഈ ദൂതിൻ്റെ വെളിപ്പാടിലോട്ട് ഞാൻ വരുക യേശുവിൻ്റെ നാമത്തിൽ. ഒന്നുകൂടെ പറയാം, നീ എത്ര തകർന്നാലും ജീസസ് ഉയരുവാൻ ഒരു സാധ്യതയില്ലാത്തടത്ത് ദൈവത്തിൻ്റെ ജ്ഞാനം നിന്റെ മേൽ വരാൻ പോവാ. എത്ര പേർക്ക് അതിന് ആമീൻ പറയാൻ പറ്റും? യേശു ക്രിസ്തുവിന് അധികാരമുള്ള നാമത്തിൽ ആമീൻ. നിന്റെ വീടിനകത്തെ ആ ശൂന്യാവസ്ഥ ഇന്ന് പൊട്ടണം. നിന്റെ കൂടാരത്തിനകത്ത് ഒരു വിടുതല്. യെസ് യെസ്. ഞാൻ ഈ ദൂതെടുക്കുമ്പം ഒരു വെളിപ്പാട് കാണുക. ചിലരുടെ സാമ്പത്തിക മേഖലയെ ശരിക്കും പിശാച് ബന്ധിച്ചിരിക്കുക. ആ ബന്ധനത്തെ ദൈവം അഴിച്ചിരിക്കും. മനസ്സിലാകുന്നവർ വേണം ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ. ഞാൻ ഈ ദൂത് പറയുമ്പം നിൻ്റെ മനസ്സിൽ നിൻ്റെ ഫൈനാൻഷ്യൽ മേഖല, അല്പസമയം ഫൈനാൻസ് തന്നെയാണ് പറയാൻ പോകുന്നത് ഈ സെക്ഷൻ. ഞാൻ ഇപ്പോഴും പറയുന്നു, സ്പിരിച്വൽ ഡെലിവറൻസ് നടന്നാലേ ഫൈനാൻഷ്യൽ ഡെലിവറൻസ് നടക്കത്തുള്ളൂ. വീണ്ടും ഞാൻ പറയുന്നു, ആത്മീക വിടുതൽ നടന്നാലേ
എന്നോട് ഹോളി സ്പിരിറ്റ് പറയുക, നിന്റെ എല്ലാ മൂവ്മെന്റ്സിനകത്തും പരിശുദ്ധാത്മാവിന്റെ സഹായം വേണം. എത്ര പേര് റെഡിയാവും? അല്പം കഴിയുമ്പോൾ ഈ അന്തരീക്ഷമൊക്കെ ഇളകി മറിയും. എനിക്ക് കാണാം, നീ ഇവിടെ സ്തോത്രം ചെയ്യുമ്പോൾ നിന്റെ വീടിനകത്ത് കിടക്കുന്ന കടുങ്കട്ട് ഒരു പടി കൂടെ കയറി പറയാം, നിന്റെ കാലത്തല്ല, നിന്റെ അപ്പന്റെ കാലത്ത് വീണ കെട്ടുവരെ ഇന്ന് ഈ മീറ്റിങ്ങിനകത്ത് തമ്പുരാൻ അഴിച്ചുവിടും. നിനക്ക് കരയണേ കരഞ്ഞോണം, പ്രാർത്ഥിക്കണേ പ്രാർത്ഥിച്ചോണം. ഞാൻ യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചു കഴിഞ്ഞ് എനിക്ക് ഭയങ്കര ഫൈനാൻഷ്യൽ ലൈബിലിറ്റി ഉണ്ടായി. പറയുന്നവർക്ക് എന്ത് വേണേ പറയാം. പക്ഷെ ഒരിക്കൽ കർത്താവ് എന്നോട് പറഞ്ഞു, നീ രഹസ്യമായി വർഷങ്ങൾ പ്രാർത്ഥിക്കണം, ഈ കുരുക്കിൽ നിന്ന് നിന്നെ ഞാൻ വിടുവിക്കും. ആ കാലങ്ങളിൽ 3-4 വർഷം ഞാനിനി രാത്രിയും പകലും ആ കുരുക്കഴിയാൻ പ്രാർത്ഥിച്ചാണ് ഞാൻ പുറത്തു വന്നത്. എന്നാൽ ഇന്ന് എന്നോട് ദൈവം പറയുന്നു, കാലപ്പഴക്കമൊന്നും വേണ്ട, ഇത് നിന്റെ സമയമാണ്. ഞാൻ ഇനി ഇവിടെ നിന്നോണ്ടൊരു ദൂതൂടെ പറയാം, എന്നെ ശ്രദ്ധിച്ചിരിക്കണം. ചിലരുടെ ഫൈനാൻഷ്യൽ മേഖല ബന്ധിക്കപ്പെട്ടത് നിമിത്തം അവർക്ക് ദൈവം കൊടുത്ത മാനുഷിക രൂപം വരെ ഓഞ്ഞുപോയി. ചിന്തിച്ചും കരഞ്ഞും ഉരുകി നിരാശപ്പെട്ടും അവർ ബ്ലോക്കായിപ്പോയി. എന്നാൽ ഇന്ന് ഹോളി സ്പിരിറ്റ് പറയുക, നിങ്ങളിലൊരു ആത്മീക വിടുതൽ ഇന്ന് നടന്നാൽ നല്ലൊരു ആമയും പറ. ഞാൻ ചുമ്മാ നിങ്ങളോട് ചോദിക്കട്ടെ, എന്നോട് കൂടെ ഒന്ന് ഈ ചിന്തയെ വരണം. സാധാരണ കുടുംബത്തിൽ പിറന്ന ആളാണ് ദാവീദ്. ദാവീദിൻ്റെ ജോലി എന്തായിരുന്നു? ആടിനെ തെറ്റുന്ന ഇടയൻ. ആ ഇടയൻ എത്ര ഉയർന്നാലും ഒരു ഫാമിൻ്റെ ഓണർ വരെ ആകത്തുള്ളൂ കൂടിയാൽ. പക്ഷെ ദാവീദിൻ്റെ ഇതര സങ്കീർത്തനം പഠിച്ചേ, പുള്ളിയുടെ ഓരോ അനുഭവത്തിലും സ്പിരിച്വൽ ഡെലിവറൻസ് ആ പുള്ളി കോൺസെൻട്രേഷൻ ചെയ്തേ. ഹല്ലേലൂയ. ആത്മീക വിടുതൽ അവൻ്റെ അകത്ത് വെളിപ്പെട്ടത് കൊണ്ട് അവൻ പ്രാർത്ഥിച്ച് ഓരോ ആഴ്ച നന്മ വരണേന്നല്ല പറഞ്ഞത്, ഒരു രാജ്യത്തിൻ്റെ പരമോന്നത പദവിയിലേക്ക് അവൻ എത്തി. ഞാനിവിടെ നിന്നോണ്ട് ദൂത് പറയുക, നിന്റെ ഇല്ലായ്മയല്ല ഇവിടെ വിഷയം, നോട്ടം ആത്മീകത്തെ ആയിരിക്കണം. മിണ്ടുന്നില്ല. ഒരു യോഗം നടക്കുക, എങ്ങനെയും പോയിരുന്നെന്ന് കൈവച്ച് പ്രാർത്ഥിച്ച് ആ സമ്പത്തിൻ്റെ കെട്ടൊക്കെ പൊട്ടിച്ചിങ്ങ് പോരണമെന്ന് പറയാൻ പാടില്ല. അങ്ങനൊന്നും കിട്ടത്തില്ല. അങ്ങനെയൊക്കെ ഞങ്ങൾക്ക് തരാൻ കഴിവുണ്ട്, ഞങ്ങൾ ഞങ്ങളുടെ അമ്മാച്ചന്മാർക്ക് കൂടി കൊടുക്കത്തില്ലയോ? തിരുവല്ല കൊണ്ടുവന്ന് നിങ്ങൾക്ക് തരുമോ? ഇങ്ങോട്ട് നോക്ക് ഹാമി, ഞാനും നിങ്ങളും കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ വിടുവിക്കുന്നവൻ ഇറങ്ങുന്നേ. ചില വീടിനകത്ത് വ്യാപരിക്കുന്ന ആത്മീക മന്ദത, ആത്മീക അന്ധത ഇന്നത്തെ ആരാധനയെ പൊട്ടാൻ പോവുക.
ഞാനിവിടെ നിന്ന് ആത്മാവിൽ ചില കാഴ്ച കണ്ടുകൊണ്ടാണ് പറയുന്നത്. ചിലരുടെ ഫൈനാൻഷ്യൽ മേഖല ശരിക്കും ചിലർ ബന്ധിച്ചിട്ടിരിക്കുക. നീ പോലും അത് ഓർത്തിട്ടില്ല, പക്ഷെ ഇന്ന് ആ കുരുക്ക് ദൈവം അഴിക്കും. ഞാനൊരു ശബ്ദം കേൾക്കുന്നു, കാട്ടുവള്ളി കെട്ടുപിണഞ്ഞ് കിടക്കുന്നത് പോലെ നിന്റെ ജീവിതത്തിൽ അഴിയാത്ത കുരുങ്ങി കുരുങ്ങി കിടക്കുന്നതല്ല. മനസ്സിലാക്കുന്നവരെ ദൈവത്തെ സ്തുതിക്കാവൂ. ഇന്ന് നീ ഇവിടെ പ്രാർത്ഥിക്കുമ്പം കിലോമീറ്ററുകൾക്കപ്പുറത്തുള്ള നിന്റെ വീട്ടിൽ വരെ, നിന്റെ വീട്ടിലുള്ള മറ്റുള്ള അംഗങ്ങളിൽ വരെ ഈ വിടുതൽ ഒരു അഗ്നിയായി പടരണം. ആ വെള്ള ഷാളിട്ട മോള് കൈവക്കാം. ശുഭകരമായ ഒരു ഭാവി നിനക്കുണ്ട്. നിന്റെ കുടുംബത്തിൽ, നിന്റെ കുടുംബത്തിൻ്റെ ചരിത്രം തിരുത്താൻ നിന്നെ ദൈവം കണ്ടിരിക്കുക. പക്ഷേ ഒരു നിസ്സഹായ അവസ്ഥയിലാണ് ഇപ്പം നീ പോകുന്നത്. നിന്നെ ഞാൻ സ്വർഗീയ ജ്ഞാനം കൊണ്ട് നിറച്ച് നിന്റെ രക്തബന്ധങ്ങൾ നോക്കി നിൽക്കെ നിന്റെ ഭാവി ഫലമുള്ളതാണെന്ന് അറിയത്തക്ക നിലയിൽ നിനക്കൊരു വിടുതൽ തരാൻ ദൈവം ആത്മാവ് പദ്ധതി ഇട്ടിരിക്കും. ഇന്നിവിടെ ചിലരുടെ ദേഹത്തെ ഡിപ്രഷൻ സ്പിരിറ്റൊക്കെ ഇറങ്ങിപ്പോവും. ചില ശരീരങ്ങളിലെ ഡിപ്രഷൻ്റെ സ്പിരിറ്റ്. ആ സിസ്റ്റർ ഒന്ന് കൈ പൊക്കി പിടിച്ച്, ഒന്ന് കൈ പൊക്കി പിടിച്ച്. നിങ്ങൾക്കൊരു സൗഖ്യം ദൈവത്തിൽ നിന്ന് ഇപ്പം വന്നുകൊണ്ടിരിക്കുക. കാരണം നിങ്ങളൊരു രോഗസൗഖ്യത്തിന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഞാൻ പറയുന്നത് ശരിയാണോ? ജീസസ്, കഴിഞ്ഞ ചില മാസങ്ങളായി ഒരു രോഗം നിങ്ങളെ വല്ലാതെ ഇങ്ങനെ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഞാൻ കാണുന്ന കാഴ്ച, ഒരു വൃക്ഷത്തെ മഴുകൊണ്ട് വെട്ടി വൃക്ഷം നിലത്തിടുന്ന പോലെ നിനക്കൊരു കിടക്കയിൽ ഒതുക്കുവാൻ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? യേശുവിൻ്റെ നാമത്തിൽ നിന്റെ ആരോഗ്യത്തോട് പോരാടുന്ന ആ ദുഷ്ടശക്തിയെ ഇന്ന് നിന്റെ ശരീരം, ഹോളി സ്പിരിറ്റ്, 1-2 മിനിറ്റ് എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ ഹാർട്ട് ഹീലാകുന്നു. സദൽ ഖമാ, നിന്റെ കാലിൻ്റെ അസ്ഥികൾ സൗഖ്യമാകുന്നു. ഒന്നാമത്തെ പ്രശ്നം കാലിലാണ്. അത് നിമിത്തം കാലിൻ്റെ ഉപ്പൂറ്റിയുടെ മുകളിൽ നീര് പൊങ്ങുന്ന ജീസസ് ഇപ്പോൾ ഏകദേശം 3 മാസത്തിലധികമായി നീര് കയറിക്കിടക്കുക. അത് ചുങ്ങുന്നേയില്ല. പക്ഷെ ഇന്ന് ഈ പ്രയർ കഴിയുമ്പം നിൻ്റെ ആ നീര് പൂർണ്ണമായി പോകുവല്ല, ഇനി ഒരിക്കലും ആ നീര് വരാതെ വേണം. ഞാൻ സൗഖ്യത്തിൻ്റെ കരമായി ഇതിനകത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ലാഥ സധാനബ ഹംസനബ. യേശുവിൻ്റെ നാമത്തിൽ ഈ സമയത്ത് രോഗമുള്ള എല്ലാവരും ആ രോഗമുള്ള ഭാഗത്തൊന്ന് കൈവച്ച് പ്രാർത്ഥിച്ചോ. യേശു നിന്നെ. എന്തിനാ ഒരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളും പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞ് എന്തിനാ? നിങ്ങൾക്കും ഒരു സൗഖ്യമുണ്ട്. ഞങ്ങളല്ല സൗഖ്യമാക്കുന്നേ, യേശു ആ സൗഖ്യമാക്കുന്നത്. മനസ്സിലായവർ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. സിസ്റ്ററെ, കുറേ നാളായിട്ട് ആ കാലേ നീരല്ലേ? ജീസസ് ചികിത്സിച്ചോ? ഒത്തിരി ചികിത്സിച്ചു, ഇതുവരെ സൗഖ്യമായില്ലല്ലോ. ജീസസ്, ഞാനിന്ന് നിങ്ങളുടെ തലയെ കൈവെക്കുന്നില്ല, നിങ്ങളുടെ അടുക്കലേക്ക് വരുന്നില്ല, പക്ഷെ നിങ്ങൾ സൗഖ്യമായിരിക്കുന്നു. ഇപ്പം നിങ്ങൾ നോക്കിയാൽ നിങ്ങളുടെ കാലിൽ ഒട്ടും നീരില്ലെന്ന് നിങ്ങൾക്ക് കാണാം. ജീസസ് അതുപോലെ യേശു നിങ്ങളെ സൗഖ്യമാക്കുക. മാത്രമല്ല, ഇനി ആ നീര് ഒരിക്കലും വരാതെ വണ്ണം. ഗ്ലോറി ടു ഗോഡ്. ജീസസ്, ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ നീ സൗഖ്യമാകുക.
ഞാൻ വീണ്ടും പറയുന്നു, രോഗമുള്ളിടത്ത് കൈവച്ച് നീയും പ്രാർത്ഥിച്ചോ. ആരും നിന്റെ അടുക്ക വരുമോന്നും വേണ്ട, നീ സൗഖ്യമായിരിക്കും. ഓ ഹല്ലേലൂയ. നിങ്ങൾ മാത്രമല്ല, പ്രസംഗിക്കുന്ന ഞാനും സൗഖ്യമാവും. ഇരുന്നാട്ട് എത്രയോ യോഗങ്ങളിൽ ഞാൻ സൗഖ്യമായിട്ടുണ്ട്. ഹല്ലേലൂയ. ആ മോളോട് പിന്നെയും കർത്താവിന് പറയാനുണ്ട്, കൈപൊക്കി പിടിക്കാം. ആ മോളിപ്പോൾ എന്തോ ചെയ്യുവാന്ന് പറയാമോ? ഒന്ന് ചോദിക്കാവോ പാസ്റ്ററേ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്ക് ദൈവം തരുന്നൊരു ബോധ്യം, മോള് തന്നെയുള്ളോ? പപ്പായുണ്ട്. പപ്പ, നിങ്ങളുടെ ഈ മോള് നിമിത്തം ഒത്തിരി അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകും. ഇപ്പോൾ നിങ്ങൾ കടന്നു പോകുന്നൊരു വല്ലാത്തൊരവസ്ഥയിൽ കൂടാ. ഇന്ന് നിങ്ങളുടെ മകൾക്കൊരു വിടുതൽ നടക്കും. വിടുതൽ ഇവിടെ മാനസിക തലത്തിലാണ് നടക്കാൻ പോകുന്നത്. ഞാനിങ്ങനെ കാണുക അച്ഛാ, ഞാനിങ്ങനെ കാണുക, ഒരു കുപ്പിക്കകത്തൂടെ ഒരു കറുത്ത പുക ഇങ്ങനെ മേപ്പോട്ടും കീപ്പോട്ടും പോകുന്ന പോലെ ഈ കുഞ്ഞിനകത്തുനിന്ന് ഇവിടെ മനസ്സിനെ ടെൻഷനാക്കുന്ന, ഇവക്ക് വേറെ, ഇവളൊരു രോഗിയല്ല, ഇവക്കൊരു പ്രശ്നമുള്ളവളല്ല, പക്ഷെ ഇവിടെ മനസ്സിനെ ടെൻഷനാക്കുന്നൊരു സാധനം ഇവളിൽ നിന്ന് ഇറങ്ങിപ്പോവാ. ഇന്നത്തെ ദിവസം കുറിച്ചിട്ടോ. ഒരു ദൈവദാസനോട് ദൈവം കാണിക്കുന്ന നീതി നിന്നോട് ദൈവം കാണിക്കും. റബലഹസി, നിന്നെ ദൈവം അയർലൻഡിൽ എത്തിക്കും. അസുരഹത, അവിടെ നിന്നുകൊണ്ട് നീ ഒതുങ്ങത്തില്ല. പിന്നെയും നിന്നെ വേറൊരു യൂറോപ്യൻ കൺട്രിയിൽ എത്തിക്കും. നിന്റെ ഫ്യൂച്ചർ ഹോളി സ്പിരിറ്റ് കാണുക. ദയവായിട്ടിരുന്നാട്ട് എനിക്കെന്തോ പരിശുദ്ധാത്മാവിൻ്റെ ഒരു നിയോഗം തരിക. അച്ചായ, ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. കർത്താവ് തലോടുന്ന ഇഷ്ടമാണോ? കേട്ടില്ല. കർത്താവ് തലോടുന്ന ഇഷ്ടമാണോ? ആണോ? ഞാൻ നോക്കിയപ്പോൾ നിങ്ങളുടെ പുറകിൽ കർത്താവ് വന്ന് നിന്നിട്ട് നിങ്ങളുടെ രണ്ട് തോളേനും താപ്പോട്ട് ദൈവം ഒന്ന് തലോടുക. കാരണം നിങ്ങളുടെ തോളിനും കൈക്കും കാര്യമായൊരു പ്രശ്നമുണ്ട്. ശരിയാണോ? അത് നിമിത്തം രാത്രി ഉറങ്ങാനും പറ്റുന്നില്ല. ശരിയാണോ ഞാൻ പറയുന്നത്? ഓ ജീസസ്, യേശുവേ, യേശുവേ, ഒന്ന് നടുക്കോട്ട് വരാ. ഓ ഹസ്ബോ രഹസ്യ, ഈ കൈ എനിക്കൊന്ന് തരാമോ? ഈ കയ്യെ കർത്താവ് വന്ന് പിടിക്കുന്നതാ കണ്ടേ. ഞാൻ കണ്ടത് ഇങ്ങനെ, ദൈവം ഇങ്ങനെ തലോടുക. ഈ കൈക്കാണോ ഏറ്റവും വലിയ പ്രശ്നം? ഇതേ ഇവിടെ എത്ര നാളായിട്ടുണ്ട്? ഇതൊരു 6 വർഷമായിട്ടുണ്ട്. കൈ പൊക്കുന്നതിന് കുഴപ്പമുണ്ടോ? കൈ പൊക്കുന്നതിന് കുഴപ്പമുണ്ടോ? ജീസസ്, എന്നോട് കർത്താവ് പറഞ്ഞ് പൊക്കുന്നതിനും താക്കുന്നതിനും അല്ല പ്രശ്നം. അകത്തുനിന്നൊരു വലിയ കഴപ്പ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മൾ കോടിപ്പോവും. അല്ലേ? അതെ, അതാ അസുഖം. 6 വർഷമായി. അടുത്ത 6 സെക്കൻഡ്, 6 മിനിറ്റ്. ഓ ഞാൻ വീണ്ടും പറയാം, നിന്റെ രോഗത്തിന് വേണ്ടി നീ പ്രാർത്ഥിച്ചോ. ഒരു രോഗശാന്തിക്കാരും നിന്റെ അടുക്ക വരണ്ട. യേശു തൊട്ടാ മതി.
ഞാനൊന്ന് പ്രാർത്ഥിക്കാൻ പോവാണ്. ഇന്ന് സൗഖ്യമോ? അച്ഛൻ്റെ ആ അകാരണമായ വേദന ഒരു 80% ഇന്ന് പോകും. നാളെ ഉറങ്ങി എഴുന്നേറ്റുമ്പോൾ പൂർണ്ണമായിട്ടും അങ്ങനെ കണ്ടോണ്ടാ നിൽക്കുന്നത്. ഞാൻ പ്രാർത്ഥിക്കാതിരിക്കുന്നത് എന്താന്ന് ചോദിച്ചാ, ദൈവം നിന്നെ തൊട്ടോണ്ടിരിക്കുക. ദൈവം ആ തൊടിയിൽ നിർത്തിയിട്ടില്ല. യേശുവേ, യേശുവേ, യേശുവേ. കണ്ണു തുറന്നു നിന്നു വച്ചാ, ചിരിച്ചോണ്ട് നിൽക്കച്ചാ. യേശുവേ, കർത്താവ് ഒരു കാര്യം ചെയ്യുമ്പോൾ സന്തോഷത്തോടെ നിൽക്കണ്ടേ. കർത്താവ് ഒരു കാര്യം ചെയ്യുമ്പോൾ സന്തോഷത്തോടെ നിൽക്കണ്ടേ. കർത്താവ് ഒരു കാര്യം ചെയ്യുമ്പോൾ സന്തോഷത്തോടെ നിൽക്കണ്ടേ. കർത്താവ് ഒരു കാര്യം കർത്താവ് ഒരു കാര്യം ചെയ്യുമ്പോ അങ്ങനല്ലേ കൈ പൊക്കാൻ പറ്റാഞ്ഞേ? ഇനി അങ്ങനെ തന്നെ ഇന്ന് പൊക്കിക്ക്. ഇവരോട് പറഞ്ഞേ എന്തോ ഇല്ല, വേദനയില്ല. 6 വർഷം കൊണ്ട് ഇത് പറ്റത്തില്ലായിരുന്നു. ഇല്ല, ഇപ്പൊ പറ്റിയോ? പറ്റി. ഞാനൊന്നും ചെയ്തില്ലല്ലോ. യേശു തൊട്ടുന്നു എന്ന് ഞാൻ പറഞ്ഞു. നീ പ്രാർത്ഥിച്ചോ? നിന്റെ 2 കാലിന്റെ മുട്ട കൈവച്ച് പ്രാർത്ഥിച്ചോ? നീ ഇന്ന് സൗഖ്യമാകുമെന്നാ കാണിക്കുന്നു. മഹത്വമേ, മഹത്വമേ, പിൻപടയായി വരുന്ന മഹത്വമേ, 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 മരണത്തെ ജയിച്ച മഹത്വമേ. ശരീരത്ത് മുഴകളുള്ളവർ മുഴയിലോട്ട് കൈപിടിച്ച്, മഹത്വമേ, നിങ്ങളുടെ ശരീരത്തിൽ എവിടെ മുഴയുണ്ടോ അതിലോട്ട് കൈപിടിച്ച ഒന്ന് പ്രാർത്ഥിച്ച. യെസ്, ഇപ്പോൾ സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിന്റെ ശരീരത്തിൽ എവിടെ രോഗമുണ്ടോ അവിടോട്ട് കൈവച്ച വിടുതൽ. എനിക്ക് കൈയൊന്ന് തന്നെ, ഒന്ന് എഴുന്നേറ്റ് നിന്നേ. നിനക്കൊരു വലിയ സ്പിരിച്വൽ ഡെലിവറൻസ് നടക്കാൻ പോവാ. ഒരുത്തന്റെ കൈയും കാലും കൂടെ കെട്ടിയിട്ടാൽ അവൻ എങ്ങനെ ആവോ? അങ്ങനെ ശത്രു നിന്നെ കെട്ടിയിട്ടേ. എന്നാ ഇന്ന് നിന്റെ കൈക്ക് ഞാൻ പിടിച്ചത് നിന്റെ കെട്ടടിച്ചു വിടാനാ. വയറെ കൂടെ കർത്താവ് തൊടുന്നല്ലോ. വൈഫാണോ? നിങ്ങളുടെ തൊണ്ടയ്ക്ക് കർത്താവ് ഒന്ന് തൊട്ടാലോ? അവിടെ ഒരു പ്രശ്നമില്ലേ? ഇല്ലേ? കർത്താവ് തൊടുന്ന മരുന്നില്ലാതെ നീ സൗഖ്യമാവും യേശുവിന്റെ നാമത്തിൽ. പക്ഷെ നിങ്ങളെ 2 പേരെ എഴുന്നേപ്പിച്ച് ഈ കൊച്ചിനെ കർത്താവ് ഒന്ന് തൊടാനാ. എഴുന്നേറ്റ് നിന്ന മോളെ. Glory to God, glory to God. റബ ഹസ്തര ഒരു മെഡിക്കൽ ഡോക്ടർ ആകേണ്ടവളാ നീ. അത്ര നല്ല ഫ്യൂച്ചർ നിനക്കുണ്ട്. ഈ വീട്ടിൽ നിന്ന് അലർജിയുടെ സ്പിരിറ്റുകൾ വിട്ടുപോകുന്നു ഈ കുടുംബത്തിൽ. ബ്രദർ സ്പിരിച്വൽ വിടുതലിന് വേണ്ടി, ഡെലിവറൻസിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആളാണോ? ആണോ? യെസ്. ഞാൻ എല്ലാം ഒന്നും വെളിപ്പെടുത്തുന്നില്ല. അതാണ് നിന്റെ ജീവിതത്തിന്റെ മുഴുവൻ കുരുക്കും. സമ്മതിക്കാവോ? യെസ്, യെസ്. ദൈവത്തിന് പകുതി കൈ കൊടുത്താൽ പോയാ മുഴുവൻ കൈയും ചേർത്ത് പിടിക്കണം. നിന്നെ ദൈവത്തിന് ഉപയോഗിക്കാൻ ആഗ്രഹം. നിന്റെ അകത്ത് ഒത്തിരി കഴിവ് കിടപ്പുണ്ട്. പ്രായം കഴിഞ്ഞെന്ന് നീ പറയരുത്. എനിക്കിപ്പോ ഒരു കാഴ്ച കാണാം.
ഇവിടെയുള്ള ഒരാളുടെ ശരീരത്തിലൊരു മുഴയുണ്ട്. അയാൾ ആ മുഴയെ പിടിച്ചോണ്ടിരിക്കുന്നുണ്ട്. ആ വ്യക്തി ആ മുഴയെ പിടിച്ചോണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോ ആ വ്യക്തി സൗഖ്യമാകുന്ന കാഴ്ച. വയറിന്റെ ഇടത് സൈഡിലാണ്. ദൈവത്തിന്റെ കൈ സ്പർശിക്കുക. മോളെ, നിന്നെ ദൈവം ആ കൈ ഉയർത്തി പിടിച്ച് എഴുന്നേറ്റോ. നീ സൗഖ്യമാവുക. ഇതിനകത്ത് ഭയങ്കര ഡെലിവറൻസ്. പതിനായിരങ്ങളിൽ സുന്ദരനെ ശാരോനിൻ റോജാവേ, പതിനായിരങ്ങളിൽ സുന്ദരനെ ശാരോനിൻ റോജാവേ, അങ്ങേക്കു തുല്യനായി അങ്ങു മാത്രം, അങ്ങേക്കു തുല്യനായി അങ്ങു മാത്രം, അങ്ങേക്കു തുല്യനായി അങ്ങു മാത്രം. നമുക്ക് വചനത്തിലേക്ക് വരാം. ഞാനിന്ന് വിട്ടിരിക്കുന്ന ചിലരോട് പറയാം, ഒഴിയാത്ത ബാധകൾ പലതും ഇന്നത്തെ പ്രാർത്ഥനയിൽ ഒഴിഞ്ഞു പോകും. വിശ്വാസ കണ്ണാളത് കണ്ടോണ്ട് ആമീൻ പറഞ്ഞു തുടങ്ങിക്ക്. ഇതുവരെ നടക്കാത്തൊരു ദൈവപ്രവൃത്തി ഇന്നത്തെ പ്രാർത്ഥനയിൽ നടക്കട്ടെ. ഇതുവരെ നടക്കാത്തൊരു അത്ഭുതം ഇന്നത്തെ പ്രാർത്ഥനയിൽ നടക്കട്ടെ. അപ്പം ശ്രദ്ധിക്ക് കേൾക്കണം. നമുക്ക് വചനത്തിലോട്ട് വരിക. ഞാൻ വീണ്ടും പറയുന്നു, ചിലർ അനുഗ്രഹിക്കപ്പെടേണ്ട ദിവസങ്ങൾ ഒത്തിരി കഴിഞ്ഞുപോയി. പക്ഷെ എത്ര നന്മ കിട്ടിയിട്ടും അവർ ശൂന്യരാ. ഇന്ന് ആ ഗതികേട് പൊട്ടണം. ഇന്നത്തെ ശുശ്രൂഷയിൽ അതാ ഇവിടെ നടക്കാൻ പോകുന്നേ. അത് പൊട്ടിക്കഴിയുമ്പോൾ നീ തന്നെ പറയാം അത്ഭുതമായെന്ന്. ഓരോ സെക്ഷനകത്ത് ഓരോ ടൈപ്പ് ഡെലിവറൻസാണ് നടക്കുന്നത്. ഇന്ന് ചിലരെ ദൈവം ജ്ഞാനം കൊണ്ട് നിറയ്ക്കാൻ പോവുക. അപ്പോസ്തലപ്രവൃത്തി 7-ാം അധ്യായത്തിന്റെ 9-10 വാക്യങ്ങൾ. ഗോത്രപിതാക്കന്മാർ യോസെഫിനോട് അസൂയപ്പെട്ടു. അവനെ മിസ്രൈമിലേക്ക് വിറ്റുകളഞ്ഞു. എന്നാൽ ദൈവം അവനോടുകൂടെ ഇരുന്നു. ആര് നിനക്ക് വിരോധമായിട്ട് എന്തോ ചെയ്താലും ദൈവം നിന്റെ കൂടെ ഉണ്ട്. നീ പേടിക്കണ്ട. യോസഫ് ഇത്രയും വലിയ ആളാകുമെന്ന് അറിഞ്ഞായിരുന്നേ വിൽക്കുമായിരുന്നോ? ഇല്ല. ചിലരൊക്കെ ഒരു കഴിവില്ലാത്തവരാന്നൊക്കെ ഒന്ന് ചിന്തിക്കുകയൊന്നും ചെയ്യരുത്. എല്ലാവർക്കും ദൈവം കഴിവും ജ്ഞാനമൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരാമയും പറഞ്ഞാട്ട് ഇച്ചിരൂടെ ഗഹനമായിട്ട് നമുക്ക് ദൂതിലോട്ട് പോകാം. ഹല്ലേലൂയ, സ്തോത്രം. എന്നിട്ട് അവിടെ വായിക്കുകയാണ്, ദൈവം അവനോട് കൂടെ ഇരുന്നു. എന്നാൽ ദൈവം അവനോട് കൂടെ ഇരുന്നു, സകല സങ്കടങ്ങളിൽ നിന്ന് അവനെ വിടുവിച്ചു. ഒരാമയും പറഞ്ഞാട്ട്. സകല സങ്കടങ്ങളിൽ നിന്നും അവനെ വിടുവിച്ചു. മിസ്രൈമിലിരിക്കുന്ന ചിലരോട് ദൂത് പറയാം, സകല സങ്കടത്തിൽ നിന്നും നിനക്കൊരു വിടുതലുണ്ട്. ദൈവം നിന്റെ കൂടെ ഉള്ളോണ്ട് സകല. ഞാൻ ഒരിക്കൽ ഒരു വീട്ടിൽ വളരെ നിർബന്ധിതനായിട്ട് പ്രാർത്ഥിക്കാൻ പോയപ്പം ആ വീട്ടിലെ അച്ചായന് അതിൻ്റെ കാലിൽ ഒരു മുറിവുണ്ടായി. അത് വലിയ വ്രണം പോലെ പപ്പടത്തിൻ്റെ വലിപ്പത്തിലായി. എന്നിട്ട് കാല ഇത്രയും വണ്ണമുണ്ട്. മുട്ടിനവിടെ വെച്ച് താഴോട്ട് ചലനശേഷിയില്ല. ഡോക്ടർമാർ പറഞ്ഞു, കാല് മുറിച്ചു മാറ്റിയില്ലെങ്കിൽ ഈ പഴുപ്പ് തലേ വരെ കയറും. കറക്റ്റാണ്. പക്ഷെ ആ മനുഷ്യൻ പറഞ്ഞു, എൻ്റെ അവയവം മുറിച്ചു മാറ്റാൻ ദൈവം അനുവദിക്കത്തില്ല എന്ന് പറഞ്ഞ് വീട്ടിൽ പായിട്ട് ആ പായ തലേണം വെക്കാതെ കിടക്കുക. ഞാൻ ചെന്നപ്പം 9-ാം ദിവസമാണ് കിടക്കുന്നത്. ഒത്തിരി ദൈവദാസന്മാരാണ് വീട്ടിൽ പോയി പ്രാർത്ഥിച്ചു. ഞാനൊരു കാര്യം പറയട്ടെ, ഈച്ചയൊക്കെ വന്ന് ഇങ്ങനെ പറ്റാതിരിക്കാൻ ഫാന് കാറ്റടിപ്പിച്ചുകൊണ്ടിരിക്കുക.
അതിങ്ങനെ വെച്ച് കെട്ടിയിട്ടുണ്ട്, എന്നാൽ ഈച്ചയൊക്കെ പറക്കുന്നുണ്ട്. അവിടെ ചെന്നൊരു വല്ലാത്ത അന്തരീക്ഷ. പക്ഷെ 5 മാസം കഴിഞ്ഞ് ആ മനുഷ്യനെ ആരോഗ്യത്തോടെ ഞാൻ കണ്ടു. ഞാൻ ചച്ച എങ്ങനായിരുന്നു? പ്രാർത്ഥനയാൽ ഞാൻ വിടുവിക്കപ്പെട്ടു. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം, കഴിയാത്ത കാര്യങ്ങൾ മുമ്പിൽ വന്നാൽ ഉടനെ പ്രാർത്ഥിക്കാനിരിക്കണം. 1, 2, 3 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചാൽ നിന്റെ വിഷയത്തിൻ്റെ മേൽ നിങ്ങൾ പ്രാർത്ഥിച്ച് വിടുതൽ പ്രാപിച്ചിട്ടുണ്ടോ? ഞാനൊരിക്കൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മുഖം കോടിപ്പോയി ഒരു സൈഡിലോട്ട്. പ്രസംഗിച്ചുകൊണ്ടിരിക്കുക, 3 ദിവസത്തെ പ്രാർത്ഥനയാണ്. 2-ാം ദിവസം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുഖം അങ്ങോട്ടങ്ങ് പോയി. അപ്പം ആൾക്കാർ പറഞ്ഞു, യോഗം നമുക്ക് ഇന്ന് വൈകിട്ട് കൊണ്ട് നിർത്താൻ. കാര്യം പാസ്റ്റർ മുഖം എന്ത് ചെയ്തു? എന്നെ സ്നേഹിക്കുന്ന ചിലരും പറഞ്ഞു, നമുക്ക് ഒരാഴ്ച ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകാം. അപ്പോൾ അവിടെ ഒരു ഡോക്ടറുണ്ട്. ആ ഡോക്ടർ പറഞ്ഞു, മിനിമം 60 ദിവസം കഴിയാതെ മുഖം തിരിച്ചു വരികയില്ല. ശ്രദ്ധിക്കണം. 3 ദിവസം വെച്ചിരുന്ന യോഗം ഇവരന്ന് 2-ാം രാത്രി നിർത്താൻ തീരുമാനിച്ചു. പക്ഷേ അന്ന് രാത്രി പ്രസംഗം വെച്ച് ഞാൻ പറഞ്ഞു, യോഗ 7 ദിവസം നീട്ടുവാന്ന് പറഞ്ഞു. അങ്ങനെ യോഗ 7 ദിവസം നീട്ടി. 7 ദിവസവും ഞാൻ പ്രസംഗിച്ചു. 3 പറയാൻ പറ്റത്തില്ല, 33 പറയാൻ പറ്റത്തില്ല, മുമ്പും ബിമ്പും എന്ന് പറയാൻ പറ്റത്തില്ല. അന്നേരം പുക മാത്രമേ ഉള്ളൂ വായിരുന്നു. ഞാൻ വിട്ടില്ല, ഞാൻ പ്രസംഗിച്ച്. അവസാനം ലിനിയും ഗസിയായും എല്ലാം കൂടെ കരഞ്ഞു. വീട്ടിൽ വന്ന് റെസ്റ്റ് എടുക്കണം. ഞാൻ പറഞ്ഞ് റെസ്റ്റ് എടുക്കണ ഒറ്റക്ക് അവസ്ഥയുള്ളൂ. എന്നെ കാണാൻ എല്ലാവരും കൂടി ഇങ്ങനെ വന്ന് വിഷമിച്ച് വന്ന് നിൽക്കാൻ പാടില്ല. എനിക്ക് രാവിലെ നല്ല അപ്പവും മട്ടൻ കറിയും വേണം. 11 മണിയാകുമ്പോൾ നല്ല ലൈം ജ്യൂസ് ഉണ്ടാക്കുന്നതാണ്. ഉച്ചയ്ക്ക് കരിമീൻ വറുത്തതും പച്ചടി, കിച്ചടി, അവിയൽ, സാമ്പാർ മൊത്തം കൂട്ടി വേണം. മിണ്ടുന്നില്ല. 4 മണിയാകുമ്പോൾ പരിപ്പോടെയും പഴവും ചായയും വേണം. മിണ്ടുന്നില്ലല്ലോ. രാത്രി അടിപൊളി ഡിന്നർ വേണം. റെഡിയാണോ? അവർ പറഞ്ഞു റെഡിയാ. അങ്ങനെ ഞാൻ ഒരു ദിവസം രാവിലെ മുഴുവൻ രാജകീയ ആഹാരം കഴിച്ചു. വെള്ളം കുടിക്കുന്നുണ്ടെങ്കിൽ പോരും. പിന്നെ ഒരു പ്രത്യേക സ്റ്റൈലിൽ ഇങ്ങനെ നിന്ന് വേണം കുടിക്കാൻ. പക്ഷെ എന്നെ സ്നേഹിച്ചൊരു ദൈവദാസൻ അന്ന് വണ്ടി ഓടിച്ച് എൻ്റെ വീട്ടിൽ വന്നു. വൈകിട്ട് എൻ്റെ കസാറയിൽ അഭിമുഖമായി ഇരുന്നുകൊണ്ട് എൻ്റെ മുഖം അദ്ദേഹത്തിൻ്റെ കൈ ഇങ്ങനെ വെച്ച് എൻ്റെ മുഖം എടുത്ത് ഒരൊറ്റ തിരിച്ചു. മുഖം പഴയ സ്പോട്ടിൽ വന്നു. പ്രാർത്ഥിച്ചാൽ സൗഖ്യമുണ്ടാവും. എന്താ നിങ്ങൾ പ്രാർത്ഥനയെക്കുറിച്ച് വിചാരിച്ചേ? എന്താ നിങ്ങൾ പ്രയറിനെ കുറിച്ച് വിചാരിച്ചേ? ഇത് കയ്യടിയുടെ കൂട്ടമല്ല, ദൈവത്തിൻ്റെ വിടുതലുകൾ വിളിച്ചു വരുത്തുന്ന പ്രയർ. അനുഭവം ഉണ്ടായാലേ പ്രസംഗിക്കാൻ പറ്റത്തുള്ളൂ. മോൻസി സൗഖ്യമായെന്ന് ഞാൻ പ്രസംഗിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ ഞാൻ സൗഖ്യമായെന്ന് ഞാൻ പ്രസംഗിക്കുന്നു, അല്ലേ? മോൻസി സൗഖ്യമായെങ്കിൽ മോൻസി പറഞ്ഞ അറിവേ എനിക്കുള്ളൂ. ഞാൻ സൗഖ്യമായെങ്കിൽ അതെൻ്റെ അനുഭവമാണ്. തിരിച്ചറിഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഇന്ന് ഈ മൈക്ക് കൊടുത്താൽ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും സ്റ്റേജ് എന്ന് പറയും, എന്നെ സൗഖ്യമാക്കിയ പ്രവൃത്തി. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഇവിടെ ഇരിക്കുന്ന കർത്താവിൻ്റെ ദാസ സണ്ണിപ്പാഷക്ക് ഒരു അനുഭവമുണ്ട്. പുള്ളി ഇവിടെ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പുള്ളിയുടെ തൊണ്ടയ്ക്കൊരു ബുദ്ധിമുട്ടുണ്ടായി. മെഡിക്കൽ സയൻസ് കണ്ടുപിടിച്ചു ക്യാൻസറാണ്. ഞങ്ങളെല്ലാം കൂടെ വട്ടം കൂടിയിരുന്ന് പ്രാർത്ഥിച്ചു. ഒരു മുറിക്കകത്ത് ഞാൻ ഇന്നും ആ മുറി ഓർക്കുന്നു. ആത്മാവിൽ നിറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം പറഞ്ഞു, ഒരു ജാതീയൻ നിന്റെ തൊണ്ട ഓപ്പറേഷൻ ചെയ്യും. റിസൾട്ട് വരും, നിനക്ക് രോഗമില്ലെന്ന്. സൂക്ഷം പോലെ ഒരാൾ ഓപ്പറേഷൻ ചെയ്തു. റിസൾട്ട് വന്നു. ആ ഡോക്ടർ കണ്ണാടി എടുത്ത് താഴെ വെച്ചിട്ട് പറഞ്ഞു, എൻ്റെ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസിൽ ഇങ്ങനൊരു കേസ് ഉണ്ടായിട്ടില്ല, നിനക്കൊരു രോഗമില്ല, നീ യഥാർത്ഥ പാസ്റ്ററാ. ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയാം, അനുഭവമാണ് സൗഖ്യം. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഞങ്ങൾ ചുമ്മാ പ്രസംഗിക്കുവല്ല, അനുഭവങ്ങളിൽ യേശുവുണ്ട്. ഒരുപക്ഷെ ഞാനോ സണ്ണി പാസ്റ്റോ മോൻസിയോ ഗ്ലോറി പറയുന്ന അനുഭവത്തെക്കാട്ടും വലിയ അനുഭവം നിങ്ങൾക്ക് കാണും.
കാണും. ഞാൻ കുമളിയിൽ ഒരു ദിവസം ഒരാളെ കാണാൻ ചെന്നപ്പം അയാൾ എന്നോട് പറഞ്ഞു, കുറേ ഓപ്പറേഷൻ എനിക്ക് നടന്നിട്ടുണ്ട്, പുള്ളിയുടെ തലയോട്ടി ഇളക്കി 23 ദിവസം വെച്ചേക്കുമായിരുന്നു. പുള്ളിയുടെ കുടല് കീറി, വയറ് കീറി, കുടല് വെളിയിൽ വേറൊരു ബാഗിനകത്തിട്ടേക്കുമായിരുന്നു. ബ്രദറെ, പ്രാർത്ഥിച്ച് അതിൽ നിന്ന് മുഴുവൻ ഞാൻ പുറത്തു വന്നു. നിനക്ക് വന്ന കുഞ്ഞു രോഗത്തെ കണ്ട് നീ പേടിക്കരുത്. പ്രാർത്ഥിച്ച് നീ പുറത്തു വരണം. പ്രശ്നങ്ങളുള്ളവൻ വീണ്ടും പറയുന്നു, നിനക്ക് സ്വർഗീയ ജ്ഞാനം തരാൻ പോവുക. എനിക്കറിയത്തില്ല, ഇതിനകത്തിരിക്കുന്ന ചിലരോട് ഞാൻ ആത്മാവി പ്രവചിക്കുക, നിന്റെ ഭൗതിക തലത്തിൽ കിടക്കുന്ന ചില കെട്ടുകൾ ഇന്നത്തെ ആരാധന ദൈവം അഴിക്കും. നീ എഴുതിയിട്ടോ, ദൈവം പ്രവർത്തിച്ചു എന്ന്. ഓരോ സെക്ഷനും പ്രയർ നടക്കും തോറും നിന്റെ മേൽ ഉള്ള വിടുതലിൻ്റെ വലിപ്പം വർദ്ധിക്കുക. എത്ര പേര് ആമീൻ പറയാൻ പറ്റും? ഇന്ന് പകൽ ഒരു ചെറിയ രോഗങ്ങൾ വരുമ്പോൾ വലിയ രോഗം സൗഖ്യമായത് ഓർത്തോണം. വലിയ പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെക്കാട്ടി വലിയ പ്രശ്നത്തിൽ നിന്ന് നീ പുറത്തു വന്നത് വിശ്വസിച്ചോണം. നിനക്ക് അനുഭവം തന്നെ എന്തിനാ? തലകുനിച്ച് നടക്കാനല്ല, ദൈവം പ്രവർത്തിക്കും. ഒരാമീൻ വരുന്നില്ല. ഇവിടെ ഇരിക്കുന്ന ചിലരോടൊക്കെ പരിശുദ്ധാത്മാവ് ദൂത് പറയുക. ഞാൻ ഒരിക്കലൊരു സഭയുടെ പാസ്റ്ററെ കാണാൻ പോയി. അപ്പോൾ പാസ്റ്റർ ഒരു ചർച്ചിന് വേണ്ടി ഒരു ലാൻഡ് വാങ്ങിച്ചേക്ക്, അവിടെ എന്നെ പ്രാർത്ഥിക്കാൻ കൊണ്ടുപോയി. പറഞ്ഞു, പാസ്റ്ററെ, വലിയ ചർച്ച ആകാനാ പ്ലാൻ ചെയ്യുന്നത്, അതുകൊണ്ടൊരു 10 കോടിക്കായി സ്ഥലം വാങ്ങിക്കുന്നത്. എത്ര കോടിക്കാ? ഞാൻ ചോദിച്ചു, കാശ് എങ്ങനെ ഉണ്ട്? എൻ്റെ കയ്യിലുള്ള 10,000 രൂപ കൊടുത്തു. എൻ്റെ കയ്യിലുള്ള 10,000 രൂപ കൊടുത്തു. അപ്പം ഞാൻ ചോദിച്ചു, ബാക്കി എങ്ങനാ? ഈ കുറേ നാൾ കൊണ്ട് ഞാൻ ഈ ചെറിയ വിശ്വാസമൊക്കെ പറഞ്ഞ് നിൽക്കുമായിരുന്നു. ഇനി അങ്ങനെ നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് പുള്ളി അങ്ങ് ഇഷ്ടപ്പെട്ടു. ഞാൻ കെട്ടിപ്പിടിച്ച് 2 ഉമ്മയൊക്കെ ഞാൻ കൊടുത്തു. ഞാനും വണ്ടി ഇരുന്നപ്പോൾ ഓർത്തോടെ, ഇവൻ എന്തോ ചെയ്യും? അവൻ ആ സ്ഥലവും വാങ്ങിച്ച് അതിനകത്ത് മനോഹരമായ ചർച്ചും വെച്ചു. നിനക്ക് ചില അനുഭവങ്ങൾ തരുന്നത് എപ്പോഴും ഓർത്തോണം. സ്കൂട്ടറിൽ നിന്ന് നിന്നെ ദൈവം ഒരു കൊച്ചു കാറൊക്കെ ചെയ്യാൻ ഓർത്തോണം. ഇനി അടുത്തൊന്നും ചെയ്യാൻ പോവാ. ഓലപ്പരെ നോടിട്ട വീട്ടിൽ വന്ന് അതിനെക്കാട്ടി ചെയ്യാൻ പോവാ. രക്ഷിക്കപ്പെട്ട നിനക്ക് അഭിഷേകം കിട്ടിയെങ്കിൽ അതിനെക്കാട്ടി ബലം. ഒരു സ്വപ്നം കണ്ടാൽ നീ 100 സ്വപ്നം കാണും. ഒരു വെളിപ്പാട് കണ്ട നീ 1000 തിരിച്ചറിഞ്ഞ് സ്തോത്രം ചെയ്യ. ഓരോ ദിവസം അനുഭവം തന്നത് തിരിഞ്ഞു നോക്കാനല്ല, നാഥൻ നടത്തിയ വിധങ്ങൾ ഓർത്താൽ. മനസ്സിലായോ? ഇപ്പൊ നമുക്കൊരു കാലുവേദന ഉണ്ടായി, അതിനെക്കാട്ടി വലിയ സൗഖ്യമായിട്ടില്ലേ? ഇല്ലേ? പിന്നെ കാലുവേദന കാര്യമാക്കുന്നത് ഇതിനെക്കാട്ടി വലിയ കേസിന്ന് ഞാൻ സൗഖ്യമായിട്ടുണ്ട്. മിണ്ടുന്നില്ല. ഞാൻ ഒരിക്കൽ ഒരു ബൈക്ക് ആക്സിഡൻ്റ് ഉള്ള ഒരു പുള്ളിക്കാരനെ വേണ്ടി പ്രാർത്ഥിക്കാൻ പോയി. അപ്പോൾ പുള്ളിയുടെ മരുമോൻ എന്നെ കൊണ്ടുപോയി. എൻ്റെ ഒരു കുഞ്ഞ്, പാസ്റ്ററേ, പപ്പ എൻ്റെ പപ്പ പോലെ കേട്ടോ. എക്സ്റേ എടുത്ത് കാണിച്ചു ചോദിച്ചതേ, നട്ടല് പൊട്ടി 2ആയിട്ടിരിക്കുക. ഇപ്പം ഈ പുള്ളിയൊന്നും മിണ്ടുന്നില്ല. ഇതിന് ഡോക്ടർമാർ പറഞ്ഞ മൊത്തം കുഴപ്പം ഈ മരുമോൻ പറഞ്ഞു. അപ്പം പുള്ളി ലാസ്റ്റിൽ പറഞ്ഞടാ മോനെ, നീ മരുമോനായോണ്ടാ ഞാനൊന്നും പറയാത്ത. ഞാൻ 6 മാസം തളർന്ന് കിടന്നവൻ, ഞാൻ പ്രാർത്ഥിച്ച് സൗഖ്യമായ. നട്ടല് പൊട്ടി 3ആയിട്ട് ഒടിഞ്ഞ് റോഡേ വീണാലും ഞാൻ എഴുന്നേക്കും. നിങ്ങളാരും മിണ്ടുന്നില്ലല്ലോ. അയാൾ പറഞ്ഞ പോലെ 5-ാം മാസം പുള്ളി എഴുന്നേറ്റു. ഇന്ന് കാർ ഓടിച്ചുകൊണ്ട് കിടക്കുക. ഞാൻ ദൈവത്തിൻ്റെ ദൂത് നിന്നോട് പറയുക, ചില രോഗങ്ങൾ വന്നത് തകർക്കാനല്ല.
നിന്നെ ജ്ഞാനെന്നുകൊണ്ട് നടക്കുന്ന എന്തിനാണെന്നറിയാമോ? ആരും ചെയ്യാത്ത ചില കാര്യം നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാനാ. ഇങ്ങനെ പോയാൽ മതിയോ? പറ. ഓരോ ആഴ്ച ഓരോ രോഗം. ഇന്ന് മുട്ടുവേദന, കർത്താവ് 7 ദിവസം മുട്ടുപോയനെ പോയി. ഇങ്ങനെ രാവിലെ വൈകിട്ട് ഈ മുട്ടുവേദനയും കാലുവേദനയും കൊണ്ടിരുന്നാൽ മതിയോ? അടുത്ത ലെവലിൽ കയറണം. അവിടെ മിണ്ടുന്നില്ല. ഇത് മൂത്ത കൊച്ചിന് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവ് അവിടെ മൈൻഡ് ശരിയാകണം. 6 മാസം പ്രാർത്ഥിക്കുക. നമ്മൾ ചാകുന്നിടം വരെ ഈ മൈൻഡ് എന്ന് പറഞ്ഞിരുന്നാൽ മതിയോ? പറ. പൗലോസിന്റെ മുമ്പിലൊരു പാമ്പ് വന്നു. ഉടനെ പാമ്പേ പോന്ന് പറഞ്ഞ് 25 കൊല്ലം ഇരുന്നോ? ഇല്ല. ചുരുട്ടി എടുത്ത് തീക്കകത്തോട്ട് ഇട്ടേച്ച് പുപ്ലിയോസിന്റെ ഞാൻ വചനമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നേ. ഇന്ന് പകൽ നിന്നെ ഒരേ സർക്കിളിൽ കറക്കുന്ന സ്പിരിറ്റ്, ആത്മതലത്തിൽ യുദ്ധം നടക്കുക. യേശുവിന്റെ നാമത്തിൽ ഒരേ ലെവലിൽ നിന്നെ തകർക്കുന്ന